ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു ദിവസം ഞാനും എൻ്റെ അനിയത്തിയും ഉമ്മച്ചിയും കൂടി കുറച്ചധികം സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് മടി പിടിച്ചിരുന്ന് അവസാന നിമിഷത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ഇഫ്താറാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയണില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഉമ്മച്ചി തന്നെയാണ്. അപ്പോൾ ഉമ്മച്ചി ഞങ്ങൾക്ക് പണ്ട് മുതൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു ജ്യൂസാണ്. ക്യാരറ്റും പഴവും പാലൊക്കെ വെച്ചിട്ട് ഒരു ഷേക്ക് പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ്. അപ്പോൾ ആദ്യം തന്നെ പാലും പഴവും കൂടിയും അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം വേവിക്കാതെ എന്നിട്ട് അടിച്ചേക്കണത്. ക്യാരറ്റ് പക്ഷേ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് പാലും പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേരുമ്പോഴാണ് ക്യാരറ്റിൻ്റെയും പഴത്തിൻ്റെയും ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു മട്ടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് എനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് കുടിക്കാൻ നേരത്തെ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം. കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പോയായിരുന്നു. പെട്ടെന്ന് തന്നെ കഴിയണ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നും സ്നാക്കും നമ്മുടെ ഉമ്മയുടെ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇത് മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മുടെ പപ്സിൻ്റെ ഒക്കെ ഒരു മസാല പോലെ തന്നെ ഒരു മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിയുടെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടും. അപ്പോൾ സവാളയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതോടെ ഉണ്ടാക്കുന്ന സമയം കൂടി ഞാൻ കുറച്ച് ക്യാപ്സിക്കൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ക്യാപ്സിക്കും മല്ലിയിലയും പുതിനയിലൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് കുഴച്ചൊക്കെ വെക്കാനായിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അരിയണത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഉമ്മ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല ചേർക്കുമ്പോൾ ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ശരിക്കും ഒരു ബിരിയാണിയുടെ റോള് കഴിക്കണ പോലെ തോന്നും നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇന്നും ഉമ്മ ഇതിൻ്റെ ഫില്ലിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയിട്ടുള്ള മുട്ടയൊക്കെ ഇതിലേക്ക് തോല് കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കതിന് പറ്റുന്ന ഒരു സൈസിൽ വേണം ഈ ഒരു മുട്ടയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം തന്നെ ചിക്കനൊക്കെ എടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയണില്ല കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പിറ്റേ ദിവസമാണ് മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണത് മാത്രം കാണിക്കണുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ മന്തിക്കൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അതിലിങ്ങനെ ഒരു ഓട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഓട്ടയല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഉമ്മ ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെഡ് സ്നാക്കിനുള്ള ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു അരികൊക്കെ മുറിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതൊന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് റോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇവിടെ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ചൂടാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മസാലയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളെപ്പോഴും ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മസാലക്ക് മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ റോളൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ. ശരിക്കും ഞങ്ങൾ ഇതിനെ ബിരിയാണി റോൾ എന്നാണ് പറയാറ്. ചെറുതായിട്ടൊരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നനച്ച ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് റോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു ബ്രെഡ് റോൾ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ നനച്ചിട്ട് ഒരു ഉണ്ട പോലെ ആക്കി അവിടെ മാറ്റി വെക്കൂട്ടോ. അതുമൊന്ന് പിച്ചെടുത്തിട്ടാണ് ചെറിയ വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചെടുക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് നേരെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ സമയം കൊണ്ട് തന്നെ വേഗം അത് പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് സമയം കുറച്ചുള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ അത് ഫ്രൈ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ബ്രെഡ് റോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഒരിക്കലും തോന്നില്ല എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണെന്ന്. അപ്പോൾ നമ്മുടെ പാച്ചുതേ അപ്പുറത്ത് പോയിട്ട് വേഗം കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ക്യാരറ്റും അതുപോലെ തണ്ണിമത്തനാണ് നമ്മളിന്ന് എടുക്കുന്നത്. മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇന്ന് വേണ്ടാന്ന് വിചാരിച്ച്.
അപ്പോൾ നമ്മുടെ ഇത്രയും പൊരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോമ്പറക്കാൻ സമയമായതുകൊണ്ട് ബാക്കിയുള്ളത് പിന്നേക്കലേക്ക് വെച്ചേക്കേണ്ട. അപ്പോൾ നമ്മൾ നോമ്പറക്കാനുള്ള സമയമായി. ജ്യൂസും നാരങ്ങ വെള്ളവും നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സും സ്നാക്കും മാത്രമാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ഇഫ്താറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കുറച്ചായപ്പോൾ ഉമ്മ പോയി ബാക്കിയുള്ളതും കൂടി കൊണ്ടുവന്നിട്ടാ. അപ്പോൾ ഞാൻ ഉരുട്ടിയതും ഉമ്മ റോൾ ചെയ്തതും നല്ല വ്യത്യാസമുണ്ടല്ലേ. ഉമ്മ ശരിക്കും ഇങ്ങനെ ഉരുട്ടി നല്ലൊരു ഉന്നക്കാട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉരുട്ടിയത് അത്രയ്ക്ക് ഭംഗി വന്നിട്ടില്ല, കണ്ടില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഉരുട്ടിയ ഒരു ഷേപ്പിലുള്ളത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള റോള് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു നോമ്പ് തുറയും കാര്യങ്ങളും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ഗ്ലാസ് അളവിൽ റൈസൊക്കെ എടുത്തിട്ട് മാത്രം ഞാനൊരു ചെറിയൊരു മന്തി ഉണ്ടാക്കി നോക്കി. അപ്പോൾ ശരിക്കും മന്തി ഉണ്ടാക്കാനുള്ള കാരണം അനിയത്തി കുറേ നാളായിട്ട് പറഞ്ഞിട്ടുണ്ട് മന്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഏതായാലും ഓൾറെഡി നാളെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു ട്രയൽ പോലെ കുറച്ചെടുത്ത് ഉണ്ടാക്കി നോക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വലിയ വ്ളോഗാക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ലൈഫിലും ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് പ്രിപ്പറേഷൻസും ഒരുക്കങ്ങളൊന്നും ഇല്ലാത്തൊരു ഇഫ്താർ എല്ലാവരെയും പോലെ എനിക്കും കടന്നു പോകാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.